ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാനിവിടെ ചൂട് ചായക്കൊപ്പം അടിപൊളി ഒരു മുളകാ ബജിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ പുറമെയൊക്കെ പോയാൽ നല്ല മുളകാ ബജി, അടിപൊളി ടേസ്റ്റിലാണ് മുളകാ ബജി കിട്ടുക. അതേ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ മുളകാ ബജി ഉണ്ടാക്കാമെന്നാണ് ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ എല്ലാവരും കാണണം, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു മുളകാ ബജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ആദ്യമായിട്ടാണ് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം കയറി കാണുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബജ്ജി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും ബജ്ജി മുളക്. അത് ഇതുപോലെ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഈ താഴെ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ചിലവർ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കും, നിങ്ങൾക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ ഇത്രേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗം മാത്രം ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, ഇതിൻ്റെ കുറച്ച് എരിവുള്ള, ചിലതിൽ നല്ല എരിവുള്ള മുളകായിരിക്കും. അപ്പോൾ ഈ എരിവ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് ഈ മുളകെല്ലാം ഒന്ന് താത്തി വെക്കണം കേട്ടോ. അപ്പോൾ നല്ല എരിവൊക്കെ ആണെങ്കിൽ ഈ മുളകിൽ ഒരുവിധം എരിവൊക്കെ ഇതിലേക്ക് ഒന്ന് ആ ചൂടുവെള്ളത്തിലിടുമ്പം ആ എരിവൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ട് ഈ മുളകൊക്കെ ഞാൻ ഇതുപോലെ കീറി വെച്ചിട്ട് ഇതെല്ലാം ഇതിലേക്ക് മുക്കി കൊടുക്കുകയാണേ. അപ്പോൾ നിങ്ങൾ മുളക് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക, നല്ല ഒരു കുറച്ച് വീർത്ത മുളക് എടുക്കാൻ നോക്കുക. അപ്പോൾ അതിൽ നല്ല എരിവ് കുറവായിരിക്കും മുളകിന്. ബജ്ജി മുളകിന് എരിവ് കുറവാണെങ്കിൽ കുറച്ച് വീർത്ത മുളക് തന്നെ എടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ഇറുകിയ മുളക് എടുക്കരുത്, കാരണം നമ്മൾ ഇങ്ങനത്തെ മുളക് എടുക്കുമ്പോൾ നന്നായിട്ട് എരിവുണ്ടാവും. നമ്മൾ സാധാരണ പച്ചമുളകാണെങ്കിലും നിങ്ങൾ അങ്ങനെ എടുക്കാൻ നോക്കുക. കുറച്ച് വീർത്ത മുളക് എടുക്കുമ്പോൾ അത് കുറച്ച് എരിവ് കുറവുള്ള മുളകായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ച് നേരത്തെ താത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചും കൂടി നേരം നിങ്ങൾ ഒന്ന് മുക്കി വെക്കണം. ഇത് ഒരുപാട് എരിവൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ മുളക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഈ വെള്ളം മുഴുവനായിട്ട് ഇതിന്ന് പോവണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ കുത്തനെ വെക്കാൻ നോക്കുക കേട്ടോ. ഗ്ലാസ്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ പ്ലേറ്റിൽ വെക്കേണ്ട. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിഞ്ഞ് കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കുത്തനെ ഒരു പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. ഞെട്ട് മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെക്കുക. അപ്പോൾ അതിലുള്ള വെള്ളം ഒക്കെ അങ്ങനെ വാർന്നു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ചൂടുണ്ടാവും കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലേക്കാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ ഇത് നമ്മൾ സ്പൂണോ കയ്യിലോ വെച്ചിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ കൈയൊന്നും പൊള്ളിക്കേണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് എടുത്ത് ഇതുപോലെ വെക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈ വെള്ളമൊക്കെ, ഈ മുളകിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോകും. അത് കഴിഞ്ഞാൽ നമ്മൾ ഇനി മുളകാ ബജി തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ആ മുളകിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളയുന്ന വരെ ഒന്ന് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ കടലപ്പൊടിയാണ് കേട്ടോ അവിടെ എടുക്കുന്നത്. അതിനായിട്ട് ഒരു 1.5 കപ്പ് കടലപ്പൊടി ഞാൻ എടുക്കുന്നുണ്ട്. ഒരു 1.5 കപ്പോളം, ഒരു കപ്പും കുറച്ചും എടുക്കുന്നുള്ളൂ. ഇതൊരു 7 ബജ്ജി ഉണ്ടാക്കാനുള്ള മാവ് ഇത്ര മതി കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ട്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണോളം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അവിടെ ഒരു 1/2 സ്പൂണേ 3/4 സ്പൂണേ ഇട്ട് കൊടുത്തുള്ളൂ, എരിവ് കുറവായതുകൊണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടി കേട്ടോ. കായപ്പൊടി, പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂണ് ഇഞ്ചിയും പച്ചമുളകും, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റാണെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. നന്നായി പേസ്റ്റ് ആക്കണം. പിന്നെ ഒരു നുള്ള് അപ്പക്കാരം, അതായത് നമ്മുടെ ബേക്കിംഗ് സോഡ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഈ മാവ് റെഡിയാക്കണം. അപ്പം ചെറുതാക്കി കുറച്ച് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. ഒരുപാട് ലൂസാവരുത് കേട്ടോ മാവ്. അതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറയുന്നത്. ഈ ബാറ്റർ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ മുളക് ബജ്ജീൻ്റെ മെയിനായിട്ട് വേണ്ടത് ഈ ബജ്ജീൻ്റെ ബാറ്ററാണ്. ഈ ബാറ്ററിൽ ആ ടേസ്റ്റാണ് ഈ മുളക് ബജ്ജിയിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബാറ്റർ ഇതുപോലെ തയ്യാറാക്കുന്നതൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ബാറ്റർ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ ഇടുക കേട്ടോ. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കിയിട്ട് ആ ഇതിലേക്ക് ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും എല്ലാം എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഏകദേശം ഇത്ര തന്നെ ആ രീതിയിൽ മതി. ഇനി നമ്മളിതൊന്ന് ശരിയായോ നോക്കാം. നമ്മൾ സ്പൂണിൻ്റെ ബാക്കിൽ ഇതുപോലെ വെച്ചിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് വരച്ചാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടായി വരണം കേട്ടോ. എന്നിട്ട് മാത്രമേ ഈ മുളക് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 3/4 ഗ്ലാസ് മാവ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളെ മുളകുണ്ടല്ലോ, മുളകിൻ്റെ വലുപ്പത്തിലുള്ളൊരു ഗ്ലാസ് തന്നെ എടുക്കുക. എന്നിട്ട് ഈ മുളക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് അമർത്തി ഇങ്ങനെ
പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ മുളകിൻ്റെ ഞെട്ട് വരെ നമ്മൾ മാവ് ഇതിലേക്ക് മുങ്ങി നിൽക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മുളക് ഞെട്ട് വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മെല്ലെ ഇതെടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മുളകാ ബജി എടുക്കുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്. മറ്റ് വലിയ നമ്മൾ എടുത്ത് വെച്ച ആ ഇതില്ലേ ബൗളിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ ഈ മാവ് വെക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മുളകാ ബജി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒന്നാണ് ഇട്ട് കൊടുത്തത്. ഞാൻ എടുത്ത ചീനച്ചട്ടി വളരെ ചെറിയ ചീനച്ചട്ടിയായിപ്പോയി. അപ്പം നിങ്ങൾ നല്ല കുറച്ച് വലിയ ചീനച്ചട്ടി എടുക്കുക കേട്ടോ. അപ്പം നല്ല തിളച്ച് എണ്ണയൊക്കെ നല്ല തിളച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിപ്പോൾ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ മുളകിൻ്റെ ഞെട്ടും അതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് വലിയ ചീനച്ചട്ടിയാണെങ്കിൽ ഒരു സൗകര്യമാണ്. കാരണം ഒന്ന് മറിച്ചിടാനൊക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ കുറച്ച് ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ഞാനിവിടെ. അപ്പോൾ നിങ്ങൾ കുറച്ച് വലിയ ചീനച്ചട്ടിയിൽ എടുക്കാൻ നോക്കുക കേട്ടോ. ഞാനിതിപ്പോൾ ഓരോന്നായിട്ട് ആകെ 7 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ 7 എണ്ണം ഞാൻ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ വറുത്തെടുക്കുകയാണ്. അപ്പോൾ നല്ല മാവാണ്. നമ്മൾ ഇട്ടാൽ തന്നെ നല്ല അങ്ങനെ പൊങ്ങി വരും. നല്ല അടിപൊളി മാവാണ്. നല്ല പൊങ്ങി വരുന്നുണ്ട് നല്ല. എന്നിട്ട് നമ്മൾ മെല്ലെ ഒന്ന് മറിച്ച് 2 സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ട. ആ ഞെട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് മറിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വറുത്ത് നല്ല മൊരിഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് നല്ല കളറാകുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അതുപോലെ ഞാൻ എല്ലാം ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം ഈ മുളകാ ബജി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവ് കുറവുള്ള മുളക് നിങ്ങൾ മേടിക്കാൻ നോക്കുക. എരിവ് കൂടുതലായാൽ മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എരിവ് കുറച്ച് കുറവുള്ളത് മേടിക്കുക. ഒരുപാട് എരിവ് കുറവൊന്നും വേണ്ട. മുളകിന് കുറച്ച് എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമ്മൾക്ക് ഈ മാവ് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കളയൊന്നും വേണ്ട. ഇത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഈ മുളക് ബജിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതേ സമയം തന്നെ കുറച്ച് വലിയ സവാള കണ്ട അടിപൊളി ബജ്ജി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ബാക്കി ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ചോളൂ. കുറച്ച് സവാള അരിയുക, കുറച്ച് മുളക് അരിയുക, കുറച്ച് കറിവേപ്പില ഇടുക, കുറച്ച് പത്തിരിപ്പൊടി ഇടുക. 1 സ്പൂണ് പത്തിരിപ്പൊടി ആ മാവിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ കറിവേപ്പില, പച്ചമുളക്, വലിയ ഉള്ളി, സവാള, പിന്നെ 1 സ്പൂണ് പത്തിരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ മാവിൽ ഇതുപോലെ കുറേശ്ശെ മാവിലേക്ക് ആ എണ്ണ നമ്മൾ എണ്ണയും ബാലൻസ് ഉണ്ടാവില്ല. ആ ബാലൻസ് എണ്ണയിലേക്ക് ഇതുപോലെ നുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി പൊക്കുവടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എണ്ണയും മാവൊന്നും കളയണ്ട, ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ 2 ഐറ്റം തന്നെ ഒരേ സമയം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. മാവ് വേസ്റ്റ് ഒന്നും ആവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ അടിപൊളി പൊക്കുവടി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഈ പൊക്കുവടി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഈ മാവ് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.